നമസ്കാരം. ഞങ്ങൾ ഇന്നുള്ളത് 900 വുഡ്സ് ഇക്കോ റിസോർട്ടിലാണ്. നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് 2:30 ഇവിടെ എത്തി. ഇവിടെ കുറേ ടൈപ്സ് ഓഫ് കോട്ടേഴ്സ് ഉണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, പിന്നെ ട്രക്കിംഗ്, ക്യാമ്പ് ഫയർ വിത്ത് മ്യൂസിക് ഇതൊക്കെ ഇൻക്ലൂഡ് ആയൊരു പാക്കേജാണ് കേട്ടോ. 900 കണ്ടി എന്ന സ്ഥലം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ വലിയൊരു ഫോറസ്റ്റാണ്. ആ ഫോറസ്റ്റിൻ്റെ നടുവിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. ഇപ്പോൾ ഇവിടെ എത്തിപ്പെടാൻ തന്നെ പാടാണ്. ഒരു ജീപ്പ് ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞാണ് നമ്മളിവിടെ എത്തുന്നത്. അത് ആക്ച്വലി ഇവരുടെ വണ്ടിയിൽ തന്നെ ഇവർ കൊണ്ടുവരുന്നതാണ് നമ്മളിവിടെ. ഇവിടെ എത്തിപ്പെട്ട ഇത് വേറൊരു ലോകമാണ്. നല്ല വലിയ വനം, ചുറ്റും വുഡ്സ്. അപ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ. ഈ വീഡിയോയിൽ നിങ്ങൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ കണ്ടോളൂ. ഞാൻ ഈ റൂമും ഇവിടുത്തെ റൂംസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. റേറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുക കേട്ടോ. To the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, every shot from the top. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ 900 കണ്ടിയുടെ ഒരു ക്യാമ്പിംഗ് റിസോർട്ട് നമ്മൾ കണ്ടിരുന്നു. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഒരു ആക്ച്വൽ റിസോർട്ട് തന്നെയാണ്. ഒരുപാട് റൂംസുകളും ഒരുപാട് കോട്ടേജസുകളുള്ള ഒരു റിസോർട്ട്, 900 വുഡ്സ് ഇക്കോ റിസോർട്ട്. അപ്പോൾ വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചതിന് ശേഷം പുറത്തേക്ക് നോക്കിയാൽ കാണാം ചുറ്റും വലിയ വലിയ മരങ്ങളാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് ഏരിയയിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് വേണം നമ്മുടെ ബാംബു കോട്ടേജിലേക്ക് എത്താൻ. നമ്മൾ ബുക്ക് ചെയ്തത് ബാംബു കോട്ടേജ് ആണ്, കാരണം അതിൽ നിന്നാണ് ഏറ്റവും നല്ല വ്യൂ ലഭ്യമാകുന്നത്. വ്യൂ മാത്രമല്ല ഇവിടുത്തെ അട്രാക്ഷൻ. ഈ കോട്ടേജിന്റെ മുന്നിലായിട്ട് ഒരുപാട് സ്പേസ് ഉണ്ട്. പിന്നെ ഇതുപോലുള്ള ഹാമോക്ക് ഒക്കെ ഉണ്ട്. അതിലൊക്കെ നമുക്ക് ഇങ്ങനെ കിടന്ന് ആടാൻ പറ്റും. രാത്രിയാകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. പിന്നെ രാവിലെ ആയാലൊരു ബെഡ് കോഫിയൊക്കെ കുടിച്ച് ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അത് നല്ല രസമാണ്. ഒരുപാട് സ്പേസ് ഉള്ളതിൻ്റെ ഗുണം ഈ കോട്ടേജിന് മുന്നിൽ ഒരു ചെറിയ കോട്ടേജാണ് ബാംബു കോട്ടേജ്. വലിയ ലക്ഷറി റൂംസ് ആയിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. മെയിനായിട്ട് ജംഗിൾ സ്റ്റേ ആണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇതുപോലത്തെ 2 കോട്ടേഴ്സുകളാണ് ഇവിടെ ഉള്ളത്. ഒരു ഫാമിലി, ഒരു കപ്പിളിന് 5800 രൂപയാണ് ചാർജ് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ വലിയ ആഡംബര മുറിയൊന്നുമല്ല, ഒരു കുഞ്ഞു റൂമാണ്. നമ്മളിങ്ങനെ നടക്കുമ്പോൾ തന്നെ ആ ഒരു ഷെയ്ക്ക് നമുക്ക് ഫീൽ ആവും. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ തന്നെ ഇവിടുത്തെ വ്യൂ ആണ് കേട്ടോ. ജനാല ഒന്ന് തുറന്നാൽ പുറത്തേക്കുള്ള ആ ഒരു വുഡ്സിലേക്കുള്ള കാഴ്ച ആക്ച്വലി മോർണിംഗ് ഒക്കെ നല്ല രസമാണ്. നമുക്കിങ്ങനെ കിടന്ന് ഇങ്ങോട്ടേക്ക് നോക്കാൻ പറ്റും, നോക്കാൻ തോന്നും. അത്രയ്ക്ക് രസമാണ് കേട്ടോ പുറത്തേക്കുള്ള കാഴ്ച. പുറത്ത് വലിയ വലിയ മരങ്ങൾ, അത് നല്ല രസമാണ് കേട്ടോ. രാത്രി ഈ ജീവികളുടെ ശല്യമൊന്നുമില്ല. ഞങ്ങൾ ആക്ച്വലി ആദ്യം വിചാരിച്ചത് ജീവികളുടെ ശല്യം ഉണ്ടാവുന്നുള്ളൂ, പക്ഷെ അങ്ങനെയുള്ള ഒന്നുമില്ല കേട്ടോ. വളരെ സേഫാണ്. കുട്ടികളുടെ കൂടെ വന്ന് താമസിക്കാൻ പറ്റിയ ഒരു നല്ല കോട്ടേജാണ്. പിന്നെ റൂം നല്ല ക്ലീനാണ്. ബാത്റൂം ആണെങ്കിലും നല്ല ക്ലീനാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഏകദേശം വൈകുന്നേരം 4:30 ആകുമ്പോൾ ജസ്റ്റ് റെസ്റ്റോറൻറ്റിൻ്റെ ആ ഭാഗത്തേക്ക് ഒന്നുകൂടി പോകാൻ തീരുമാനിച്ചു. 2:30ക്കാണ് ഇവിടെ ചെക്ക് ഇൻ വരുന്നത്. അപ്പോൾ 4:30 ആയിപ്പോൾ നമ്മൾ ആക്ച്വലി കുറച്ച് ഗെയിമൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ ആർച്ചറി ഉണ്ട്, പിന്നെ ഒരു ബോൾ ഗെയിം ഉണ്ട്, പിന്നെ ഗോൾഫ് ഉണ്ട്, അതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് ഔട്ട്സൈഡ് ഗെയിംസ് ഉണ്ട്. പിന്നെ റെസ്റ്റോറൻറ്റിൻ്റെ അകത്താണെങ്കിൽ ക്യാരംസ്, പിന്നെ ഹാൻഡ് ഫുട്ബോളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതും കളിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഇനി നമ്മൾ അടുത്ത റൂം കാണാൻ പോകുന്നത്. ജംഗിൾ കോട്ടേജാണ്. അപ്പോൾ അത് വരുന്നത് റെസ്റ്റോറൻറ്റിൻ്റെ നേരെ ബാക്കിലായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. നമ്മളുള്ളത് പ്രീമിയം കോട്ടേജായ ജംഗിൾ കോട്ടേജിൻ്റെ മുന്നിലാണിപ്പോൾ. ഇവിടുത്തെ ഏറ്റവും പ്രീമിയം കോട്ടേജാണ് ജംഗിൾ കോട്ടേജ്. ഏറ്റവും കൂടുതൽ പ്രൈവസി കിട്ടുന്നത് ഈ ഒരു കോട്ടേജിനാണ്.
7,000 രൂപയാണ് ഇതിന് ചാർജ് വരുന്നത്. ചാർജിന് വ്യത്യാസം ഉണ്ടാവാം കേട്ടോ, സീസണൽ വേരിയേഷൻസ് ഉണ്ടാവാം, പിന്നെ ദിവസങ്ങൾ പോകുന്നതിനനുസരിച്ച് ചാർജ് കൂടാൻ സാധ്യതയുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം, ഞങ്ങൾ ത്രൂ നിങ്ങൾക്ക് ഈ റിസോർട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് റൂമിൻ്റെ പുറം. ഒരു ബാൽക്കണി ഉണ്ട്, പിന്നെ ബാൽക്കണിയിൽ ടേബിൾ ചെയറൊക്കെ ഉണ്ട്, ചായയൊക്കെ കുടിക്കാനായിട്ടൊരു സ്പേസ് ഉണ്ട്, പിന്നെ പുറത്ത് അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ പുറത്താണെങ്കിലും. ഗ്ലാസ് ടേബിളും കസേരയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് റൂമിന്റെ അകം ഒന്ന് കാണാം. നല്ല സ്പേഷ്യസ് റൂം, നല്ല ലക്ഷൂറിയസ് ആയ റൂമാണ്. ഇവിടെ ആക്ച്വലി ബാംബു കോട്ടേജിനേക്കാളും സ്പേസ് ഉണ്ട്. ഒരു പഴയ രീതിയിലാണ് കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇവിടുത്തെ എല്ലാ കോട്ടേജുകളും അങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. നല്ല ക്ലീൻ ആണ് കേട്ടോ. പക്ഷെ ആക്ച്വലി ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ബാംബു കോട്ടേജാണ്, കാരണം ആ ഒരു വ്യൂ ഈ ഒരു കോട്ടേജിന് ലഭ്യമാകുന്നില്ല. അപ്പോൾ ജംഗിൾ കോട്ടേജിൻ്റെ നേരെ സൈഡിലായിട്ട് ഇതുപോലത്തെ ഏരിയ കാണാം. ഇവിടെയാണ് ആക്ച്വലി ഇവിടെ ടെൻറ്റ് സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്യുന്നത്. വേറെയും ഏരിയാസ് ഉണ്ട്, അപ്പോൾ നോർമലി ടെൻറ്റ് സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്യുന്ന ഈ ഒരു ഭാഗത്താണ്. ഒരാൾക്ക് 1,900 രൂപയാണ് ഈ ടെൻറ്റ് സ്റ്റേക്ക് ചാർജ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. ആക്ച്വലി ഇത് ആ ഭാഗത്തൊക്കെ വീണ്ടും ആവശ്യം വന്ന ടെൻറ്റൊക്കെ സെറ്റ് ചെയ്ത് തരും. ഇവിടെ ആക്ച്വലി ഒരുപാട് സ്പേസ് ഉണ്ട്. ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ഒക്കെ ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്പേസ് ഉണ്ട്. ബാക്കിലൊക്കെ നല്ല വുഡ്സാണ്. മോസ്റ്റ്ലി ഗ്രൂപ്പായിട്ട് വരുമ്പോഴാണ് ഇങ്ങനെയുള്ളതൊക്കെ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ കപ്പിൾസായിട്ട് വരുമ്പോൾ തീർച്ചയായും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കോട്ടേഴ്സ് തന്നെ ആയിരിക്കും. ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടുത്തെ കോട്ടേഴ്സിൻ്റെ ചാർജിൽ ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ഫോറസ്റ്റ് ട്രക്കിംഗ്, പിന്നെ ഇവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പാക്കേജാണ്. നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇവിടുത്തെ ഫാമിലി കോട്ടേജാണ്. 4 മുറികളുള്ള ഒരു നടുമുറ്റം സ്റ്റൈലിലുള്ള കോട്ടേഴ്സാണിത്. 3 സൈഡിലും വരാന്തയാണ് ഇതിന് വരുന്നത്. പിന്നെ ഫ്രണ്ടിലായിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഗ്രൂപ്പായിട്ട് വരുമ്പോൾ തീർച്ചയായും കുറേയൊക്കെ നടന്ന് കുറേയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. അകത്തോട്ട് പോയാൽ ഇതുപോലുള്ള റൂമാണ് കാണുന്നത്. റൂമും നല്ല ക്ലീനാണ്, ബാത്റൂമും നല്ല ക്ലീനാണ്. അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ ഈ നടുമുറ്റത്തിലേക്ക് എത്തും. ഇവിടെ ആക്ച്വലി 4 റൂംസ് നമുക്ക് കാണാൻ പറ്റും ചുറ്റും നോക്കിയാൽ. നല്ലൊരു പഴയ ഒരു സ്റ്റൈലിൽ കൺസ്ട്രക്ട് ചെയ്ത ആ ഒരു രീതിയിൽ താമസിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ബുക്ക് ചെയ്യാം. 5,800 രൂപയാണ് കപ്പിൾസിന് ചാർജ് വരുന്നത്. സോ നമ്മൾ ആ റൂം കണ്ടതിന് ശേഷം നേരെ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്തേക്ക് വന്നു. ഇവിടെ ആക്ച്വലി 8:30ക്കാണ് ടൈമിങ്, ഫുഡ് കഴിക്കാനുള്ള ടൈമിങ്. അതിന് മുമ്പ് ഇവിടുത്തെ ഇൻഡോർ ഗെയിംസൊക്കെ നമ്മൾ യൂസ് ചെയ്തു. ഇവിടെ ആക്ച്വലി ഹാൻഡ് ഫുട്ബോളും പിന്നെ ക്യാരംസും ആണുള്ളത്. അപ്പോൾ അതൊക്കെ കളിച്ചതിന് ശേഷം നമ്മൾ ഫുഡിലേക്ക് വന്നു കേട്ടോ. ഫുഡ് നല്ല ടേസ്റ്റി ആയിരുന്നു. ഫുഡ് ആക്ച്വലി പാക്കേജിൽ ഇൻക്ലൂഡ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ക്യാമ്പ് ഫയർ ഒക്കെ ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന പാക്കേജാണ് ഇവിടുത്തേത്. സോ ഇറ്റ്സ് മോർണിംഗ് ടൈം. നമ്മൾ നമ്മുടെ ബാംബു കോട്ടേജിൻ്റെ മുമ്പിലുള്ള സ്പേസ് ഒക്കെ യൂസ് ചെയ്തു. അവിടെ ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്തു. അതാണ് കേട്ടോ ഈ കോട്ടേജിൻ്റെ ഗുണം. അത് കഴിഞ്ഞ് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോയി. ഇവിടെ ഇത് മറ്റൊരു ഭാഗമാണ്. ഇവിടെ വേറൊരു ടെൻറ്റ് സ്റ്റേ ഉണ്ട്, കുറച്ച് ടെൻറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നേരത്തെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്ലേസ് ആണിത്. അത് കഴിഞ്ഞ് നമ്മൾ മുകളിലോട്ട് പോയിട്ട് ഇവിടെ മറ്റൊരു കാര്യം എനിക്ക് നിങ്ങൾക്ക് കാണിക്കാനുണ്ട്. ഒരു സ്പോട്ടിൽ ഇവിടെ റെയിൻ ബാത്ത് തുടങ്ങാൻ പോയെന്ന് കേട്ടോ. അപ്പോൾ റെയിൻ ഡാൻസ് ആ ഒരു സംഭവം ഇവിടെ തുടങ്ങിയാണ്. അപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ അതിവിടെ ഉണ്ടാവും. പിന്നെ ആ സൈഡിലായിട്ട് ഈ ഭാഗത്ത് ക്യാമ്പ് ഫയർ വിത്ത് മ്യൂസിക് പ്ലസ് DJ ഒക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. ആൻഡ് നൗ ഇറ്റ് ഈസ് ബാത്തിങ് ടൈം എന്ന് വിചാരിക്കണ്ട, കാരണം നമ്മൾ ബാത്ത് ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് ആ പൂളിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ് കേട്ടോ. ഭയങ്കര തണുപ്പാണ്, വെള്ളത്തിലിറങ്ങാൻ എന്തായാലും പറ്റൂല. ചെറിയ പൂളാണ്, അങ്ങനെ വലിയ ഒരു ആഡംബര പൂളൊന്നുമല്ല. ഒരു ചെറിയ സ്വിമ്മിംഗ് പൂളാണ്, അങ്ങനെ വലിയതായിട്ടൊന്നുമില്ല. അത്യാവശ്യം ഡെപ്ത് ഉണ്ട്. നമ്മൾ ഏകദേശം ഈ ഒരു ഭാഗം വരെ വരും. നോർമലി ഇവിടെ ആരും പൂൾ യൂസ് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും തണുപ്പാണ്. അപ്പോൾ പൂൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ പൂൾ ആക്ച്വലി ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം. ഒരു കുഞ്ഞു പൂളാണ്. സോ മരങ്ങൾക്കിടയിൽ കൂടി വരുന്ന സൂര്യരശ്മികൾ എന്നൊക്കെ പറയാം. പറയുന്ന പോലെ തന്നെ നല്ല രസമാണ്. നമുക്ക് ആക്ച്വൽ ഒരു ജംഗിൾ ഫീലോടെ താമസിക്കാൻ പറ്റിയ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഈ 900 ബോട്ട് സിക്കോ റിസോർട്ട്. മോള് ഫുൾ ടൈം ഈ ബോൾ കളി തന്നെ കേട്ടോ. ഈ ഒരു ഭാഗത്ത് നിന്ന് ആക്ച്വലി നമുക്ക് റൂമിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇവളെ. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കിവിടെ ഉണ്ടായിരുന്നത് പൂരിയും മുട്ട റോസ്റ്റുമാണ്. ബ്രേക്ക്ഫാസ്റ്റും ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഇവിടുത്തെ ഡോർമിറ്ററി സ്റ്റേ ആണ് കേട്ടോ.
ഗ്രൂപ്പായിട്ട് ഒരു ഫാമിലി അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് വരുമ്പോൾ നമുക്കിവിടെ താമസിക്കാൻ പറ്റും. 1900 രൂപയാണ് ഒരാൾക്ക് ഹെഡ് റേറ്റ് വരുന്നത്. ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ക്യാമ്പ് ഫയർ വിത്ത് മ്യൂസിക് ഒക്കെ ഇൻക്ലൂഡ് ആണ്. ഇതിവിടുത്തെ ഡോർമിറ്ററി സെക്ഷനാണ്. ഗ്രൂപ്പായിട്ട് ഇരിക്കാനുള്ള ഇതുപോലത്തെ സ്പേസ് ഉണ്ട്. അതിൻ്റെ നടുവിൽ 3 ഡോർമിറ്ററി റൂംസ് ഉണ്ട് ഇവിടെ. ഓക്കെ, 3 ഡോർമിറ്ററി റൂംസിലും കൂടി ഏകദേശം 25 പേർക്ക് കപ്പാസിറ്റി ഉണ്ട്. 2 ഡോർമിറ്ററിയിലെ ബാത്റൂം പുറത്താണ്, 1 അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അങ്ങനെയാണ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ തീർച്ചയായും ഈ ഒരു സ്പോട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ പുറത്ത് തന്നെ ക്യാമ്പ് ഫയർ ഏരിയ ഉണ്ട്. സെപ്പറേറ്റ് ഈ ഒരു സെക്ഷന് മാത്രം ചെയ്യുന്ന ക്യാമ്പ് ഫയർ ഏരിയ ഇതിൻ്റെ പുറത്ത് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പായിട്ട് ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയോ വരുമ്പോൾ ഈ ഒരു ഏരിയ സെലക്ട് ചെയ്താൽ ഒരു ചുരുങ്ങിയ ചിലവിൽ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് 12 ചെക്കൗട്ട് ടൈമായി. നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റിസോർട്ടിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. ബുക്കിംഗ് ഒക്കെ നമ്മൾക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓരോ റൂംസിൻ്റെയും റേറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മളെ കൊണ്ടുവന്ന അതേ ഒരു പിക്കപ്പ് വണ്ടിയിൽ തന്നെ നമ്മളെ തിരിച്ച് ആ ഒരു പാർക്കിംഗ് സ്പോട്ടിലേക്ക് നമ്മൾ കൊണ്ടുപോകും. പിക്കപ്പിനും ഡ്രോപ്പ് ഓഫിനുമൊന്നും നമ്മൾ എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൺലി ഒരു ചാർജ് വരുന്നത് നമുക്ക് പാർക്കിംഗ് സ്പോട്ടിൽ 100 രൂപ കൊടുക്കേണ്ടി വരും എന്നുള്ളത് മാത്രമാണ്. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം മൈ ട്രിപ്സ്.